പിണറായി ഭരണത്തിൽ ചുരുക്കം ചിലർക്ക് മാത്രം കിട്ടുന്ന അധികാരവും വിശ്വാസവും നേടിയ IAS ഉദ്യോഗസ്ഥനാണ് MG രാജമാണിക്യം. റവന്യൂ ദേവസ്വം സെക്രട്ടറിയായ അദ്ദേഹമാണ് പമ്പയിലെ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പ്രധാന സൂത്രധാരൻ. കേവലം ഒരു ആത്മീയ സംഗമം എന്നതിലുപരി ശ്രദ്ധാപൂർവം ആസൂത്രണം ചെയ്ത ഒരു രാഷ്ട്രീയ നീക്കവും അതിലുപരി പണസമാഹരണവുമാണ് ഈ പരിപാടി എന്നത് വ്യക്തമാണ്. ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ഫണ്ട് പിരിവ് നിർണായകമാകുമ്പോൾ സർക്കാരിൻ്റെ ഏറ്റവും വിശ്വസ്തനായ സംഘാടകനും പണപ്പിരിവുകാരനുമായി രാജമാണിക്യം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ നേതാവ് എന്നതിനപ്പുറം വിവേകപൂർവ്വം ഫണ്ട് ശേഖരിക്കുന്ന ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞൻ എന്ന നിലയിലും രാജമാണിക്യം പേരെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. 7 കോടി രൂപയോളം ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ പരിപാടിക്ക് വേണ്ട പണം പൂർണ്ണമായും സ്പോൺസർഷിപ്പിലൂടെയാണ് കണ്ടെത്തുന്നത്. ഇതിലൂടെ സർക്കാരിൻ്റെയും ക്ഷേത്രത്തിൻ്റെയും ഫണ്ടുകൾ നേരിട്ട് ഉപയോഗിക്കാതെ പരിപാടി നടത്താൻ സാധിക്കും. എന്നാൽ സംഗമത്തിലൂടെ ബിസിനസ് പ്രമുഖരെയും സാമ്പത്തികമായി സഹായിക്കുന്നവരെയും ഭരണപക്ഷത്തോട് അടുപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി ഇതിനുണ്ട് എന്ന് ആഭ്യന്തര വൃത്തങ്ങൾ പറയുന്നുണ്ട്. ഇത് അതിലോലമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ചുമതല രാജമാണിക്യത്തിനാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഈ പരിപാടി ഒരു ആത്മീയ കൂട്ടായ്മ എന്നതിനേക്കാൾ സാമ്പത്തിക സമാഹരണത്തിനുള്ള ഒരു വേദി കൂടിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഈ സംഗമത്തിന്മേലുള്ള അദ്ദേഹത്തിൻ്റെ പിടി എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കാൻ ഒരു സംഭവം മതി. ശബരിമലയിലെ ദ്വാരപാലകരെ ചെന്നൈയിലേക്ക് മാറ്റാനുള്ള വിവാദ തീരുമാനം. ദേവസ്വം ബോർഡിൻ്റെ അനുമതിയില്ലാതെ വകുപ്പ് സെക്രട്ടറിമാരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഓപ്പറേഷൻ. തമിഴ്നാട്ടിലെ എല്ലാ സജ്ജീകരണങ്ങളും രാജമാണിക്യം നേരിട്ടാണ് ഉറപ്പാക്കിയത്. ദീർഘകാലം എറണാകുളം കലക്ടറായിരുന്ന രാജമാണിക്യത്തിന് പല ഹൈക്കോടതി അഭിഭാഷകരും ജഡ്ജിമാരുമായി നല്ല അടുപ്പമാണുള്ളത്. ഇത് സംബന്ധിച്ചുള്ള IB റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കൊളീജിയം ജഡ്ജിയായി ശുപാർശ ചെയ്ത വ്യക്തിയുടെ പേര് കേന്ദ്ര സർക്കാർ നിരാകരിച്ചത് വാർത്തയായിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനാണ് ഔദ്യോഗിക ചുമതല എന്നുണ്ടെങ്കിലും സംഗമത്തിൻ്റെ യഥാർത്ഥ അധികാരം രാജമാണിക്യവും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ CM രവീന്ദ്രനും മന്ത്രി വാസവനും അടങ്ങുന്ന ഒരു ചെറിയ സംഘത്തിനാണ്. അവരാണ് പരിപാടിയുടെ രൂപവും ദിശയും തീരുമാനിക്കുന്നത്. തീരുമാനങ്ങൾ നടപ്പാക്കാൻ നോർക്ക ഡയറക്ടർ ആസിഫ് യൂസഫിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്ന ചുമതല ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് നൽകിയിരിക്കുന്നത്. ഭരണകക്ഷിയുടെ വിശ്വസ്തരെ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീരുമാനമെടുക്കുന്നതിലുള്ള ഈ കേന്ദ്രീകരണം സ്വാഭാവികമായും ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. സർക്കാർ ഈ പരിപാടിയെ ഒരു രാഷ്ട്രീയ നാടകമായി ഉപയോഗിക്കുന്നുവെന്ന് എതിരാളികൾ ആരോപിക്കുകയാണ്. എന്നാൽ വിമർശകരെയും കോടതി കേസുകളെയും ഒരുപോലെ രാജമാണിക്യം കൈകാര്യം ചെയ്യുന്നതിലെ കാര്യക്ഷമതയെ എല്ലാവരും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. കാലതാമസവും തർക്കങ്ങളും പലപ്പോഴും വലിയ പദ്ധതികളെ തടസ്സപ്പെടുത്തുന്ന ഒരു സംസ്ഥാനത്ത് ഈ സംഗമം കൃത്യനിഷ്ഠതയോടെ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുള്ള പ്രധാന കാരണം രാജമാണിക്യത്തിൻ്റെ ഇടപെടലുകളാണ്. സംഗമത്തിൻ്റെ ചുമതല രാജമാണിക്യത്തിന് നൽകാനുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനം തികച്ചും രാഷ്ട്രീയ നീക്കം തന്നെയാണ്. ശബരിമലയുടെ ആഗോള പ്രശസ്തി വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഭരണമുന്നണിയുടെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ അടിത്തറ ശക്തിപ്പെടുത്തുകയും ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. മൂന്നാം പിണറായി സർക്കാരിൽ KM എബ്രഹാമിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നതോടെ പിണറായിയുടെ ഏറ്റവും വിശ്വസ്തനായ ഉദ്യോഗസ്ഥനായി ഉയർന്നു വന്ന രാജമാണിക്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ഉണ്ടാവും. പണം സമാഹരിക്കാനും ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും എല്ലാ കാര്യങ്ങളും തൻ്റെ നിയന്ത്രണത്തിൽ നിർത്താനും കഴിവുള്ള രാജമാണിക്യം സ്റ്റാലിനുമായി അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്നുമുണ്ട്.